അങ്ങനെ നീണ്ട ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. തിരുവനന്തപുരത്തെ ജീവിതം മടുത്തൊന്നല്ല, എന്നാലും വീട്ടിലോട്ട് വരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഈ ഒരു പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് മനസ്സൊന്ന് കുളിർമയാക്കാൻ വല്ലാത്തൊരാഗ്രഹം. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഭയങ്കര നല്ല ചൂടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി വെളിയിലോട്ടൊന്ന് ഇറങ്ങിയത്. അപ്പോൾ പറമ്പിലെ കുറച്ച് കാഴ്ചകളായിരുന്നു ഇതൊക്കെ. കാക്കയൊക്കെ വന്നിരിക്കുന്നു, മറ്റേ ബലിക്കാക്ക വലുത്, പിന്നെ നല്ല കുളിർക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ഒട്ടും സഹിക്കാൻ പറ്റില്ല. വെളിയിൽ ഇതുപോലെ നല്ല പന മറ്റേ യക്ഷിപ്പനയൊക്കെ കാണാം. വൈകുന്നേരം നാട്ടിലെ ജിമ്മിലൊന്ന് പോയി നോക്കിയപ്പോൾ 78.5 കിലോ. എൻ്റെ അമ്മയെ ഞെട്ടിപ്പോയി ഞാൻ. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പണിയൊക്കെ ഇത്രയും പുരോഗമിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ മാസം വന്ന് നോക്കിയപ്പോൾ ഇത്രയൊന്നും ആയിട്ടില്ല. ഇത് പെട്ടെന്ന് ഇത്രയും ആയ പോലെ എനിക്കൊരു ഫീൽ വന്നു. നല്ലൊരു രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് അവിടെ കാണുന്നത്. ആ റോഡിൻ്റെ സൈഡാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ അവർ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴക്കോളെന്ന് വെച്ചാൽ ഇപ്പോൾ പെയ്യുന്ന രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഞാനും വർക്കൗട്ടൊക്കെ ചെയ്ത് ക്ഷീണിച്ച് അവിടെ ഇങ്ങനെ തളർന്നു നിന്നപ്പോഴാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതിന് ശേഷം വൈകുന്നേരം തിരിച്ചു പോകാറായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് മഴ ഈ ഒരു സിറ്റുവേഷനൊക്കെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ആ ഒരു കിളിക്കൂടി ഞാൻ കാണുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ, അതായത് നമ്മുടെ ഒരു ജൂണിലൊക്കെ പെയ്യുന്ന പോലത്തെ നല്ല ശക്തമായ മഴയായിരുന്നു. നല്ലൊരു അരമണിക്കൂറിന് മേലെ 1 മണിക്കൂർ അടുപ്പിച്ചൊക്കെ നല്ല രീതിയിൽ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ശക്തമായ മഴയായിരുന്നു. ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഒരു ന്യൂനമർദ്ദം കാരണമാണല്ലോ ഈ മരത്തിൽ മുഴുവൻ കിളിക്കൂടായിരുന്നു. 3-4 കിളിക്കൂടി ഞാൻ തന്നെ സ്പോട്ട് ചെയ്തു. നിങ്ങളും എല്ലാം കാണുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ചുഴലിക്കാറ്റ് കാരണമാണ് നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടുന്നത്. ആ മഴയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കുറേയൊക്കെ ശേഷമാണ് അങ്ങനെ. പിറ്റേ ദിവസം ഞാൻ ചെങ്ങറ, നമ്മുടെ ഒരു ഹിൽ സ്റ്റേഷൻ, അതായത് ചെങ്ങറ മലമുകളിൽ പോയി അവിടുത്തെ ഒരു വ്യൂ ആണിത്. അവിടെ മറ്റേ നമ്മുടെ ആ കാണുന്ന നല്ല ഡാർക്ക് ഫോറസ്റ്റ് കാണുന്ന ഫോറസ്റ്റാണ്. അതായത് അവിടെ ഒരു ആറുണ്ട്, അതൊരു നദിയുണ്ട്, കല്ലാറ്. അതിൻ്റെ അപ്പുറം ഫോറസ്റ്റും ഇപ്പുറം പ്ലാന്റേഷനുമാണ്. ഏകദേശം 3000 ഏക്കേഴ്സിലധികം വ്യാപിച്ച് കിടക്കുന്നൊരു ഹാരിസൺ പ്ലാന്റേഷനാണ് ചെങ്ങറ. ഇവിടെ വെളുപ്പിനൊക്കെ നല്ല മഞ്ഞൊക്കെയാണ്. നമുക്ക് ചെറുതായിട്ടൊരു കുട്ടിക്കാന വൈബൊക്കെ തോന്നും. ഈ ആണ് ഇവിടുത്തെ മെയിൻ ഒരു വ്യൂ പോയിൻ്റ്. അതായത് ഇവിടെ മരമൊക്കെ വളർന്നു വരുമ്പോൾ ഇവിടെ വേറെ എവിടെയെങ്കിലും മരം വെട്ടും, അന്നേരം അവിടെ ആയിരിക്കും വ്യൂ പോയിൻ്റ്. ഇപ്പം കുറേ വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഇതിപ്പോൾ വൈകുന്നേരം ഇവിടെ കാണുന്നൊരു സ്ഥിരം കാഴ്ചയാണ് ഇങ്ങനെ പശുക്കളിങ്ങനെ നടക്കുന്നത്. ആരും വളർത്തുന്നതിന് ഇവിടുത്തെ തൊഴിലാളികളുടെ. ഇവരാരും ഇത് കെട്ടിയൊന്നും ഇടാറില്ല. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മേഞ്ഞിങ്ങനെ നടക്കുന്നതാണ്. നമുക്ക് സ്ഥിരം കാഴ്ചയാണ്. ഇവിടെ ഇപ്പം മയിൽ, പശു, ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാട്ടുപശുക്കളാണെന്നൊക്കെ നമുക്ക് തന്നെ ഡൗട്ട് തോന്നിപ്പം. അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ സ്ഥിരം നമുക്ക് ഇവിടെ വരുന്ന വഴിക്ക് കാണാനൊക്കെ പറ്റുന്നതാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, വരാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നല്ല രസമാണ്.